ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് അംഗൻവാടികളിലും കുടുംബശ്രീയിലും മത്സ്യവകുപ്പിലും വന്നിട്ടുള്ള ജോലി ഒഴിവുകളെ കുറിച്ചിട്ടാണ്. വിവിധ തസ്തികകളിലായിട്ട് ഒഴിവുകൾ വന്നിട്ടുണ്ട്. സ്ഥിര താൽക്കാലിക നിയമനമാണ് വന്നിട്ടുള്ളത്. 10ാം ക്ലാസ് തോറ്റവർക്കും അപ്ലൈ ചെയ്യാൻ കഴിയുന്ന പോസ്റ്റുകളുണ്ട്. അപ്പോൾ നമുക്ക് ഒരു നോട്ടിഫിക്കേഷൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. അതോടൊപ്പം തന്നെ പുതിയ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതിന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന പുതിയ ജോബ് ഇൻഫർമേഷൻ വീഡിയോസ് നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ആദ്യം അംഗൻവാടികളിൽ വന്നിട്ടുള്ള ഒഴിവുകൾ നോക്കാം. ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര ഐസിഡിഎസ് പ്രോജക്റ്റ് പരിധിയിലുള്ള മാവേലിക്കര മുനിസിപ്പാലിറ്റിയിലെ വിവിധ അംഗനവാടികളിൽ അംഗനവാടി വർക്കർ തസ്തികയിൽ അടുത്ത 3 വർഷത്തിനുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒഴിവുകളിലേക്ക് നിയമനം നടത്തുന്നതിനായി മാവേലിക്കര മുനിസിപ്പാലിറ്റിയിൽ സ്ഥിര താമസമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകർ 18നും 46നും ഇടയിൽ പ്രായമുള്ളവരും 10ാം ക്ലാസ് യോഗ്യതയുള്ളവരുമാകണം. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ 2024 സെപ്റ്റംബർ 2 വൈകിട്ട് 5 മണിക്ക് മുൻപായി പുതിയകാവ് മാവേലിക്കര ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന മാവേലിക്കര ഐസിഡിഎസ് ഓഫീസിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. അപേക്ഷാ ഫോമുകൾ മാവേലിക്കര ഐസിഡിഎസ് ഓഫീസിൽ നിന്ന് ലഭിക്കുന്നതായിരിക്കും. അടുത്തത് ആലപ്പുഴ ജില്ലയിൽ മാവേലിക്കര ഐസിഡിഎസ് പ്രോജക്റ്റ് പരിധിയിലുള്ള മാവേലിക്കര മുനിസിപ്പാലിറ്റിയിലെ വിവിധ അങ്കണവാടികളിൽ അങ്കണവാടി ഹെൽപ്പർ തസ്തികയിൽ നിലവിലുള്ള ഒഴിവുകളിലേക്കും അടുത്ത 3 വർഷത്തിനുള്ളിൽ ഉണ്ടാകാൻ സാധ്യതയുള്ളതുമായ ഒഴിവുകളിലേക്കും നിയമനം നടത്തുന്നതിനായി മാവേലിക്കര മുനിസിപ്പാലിറ്റിയിൽ സ്ഥിര താമസമുള്ളവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അപേക്ഷകർ 18നും 46നും ഇടയിൽ പ്രായമുള്ളവരും 10ാം ക്ലാസ് പാസ്സാകാത്തവരും എഴുത്തും വായനയും അറിയുന്നവരുമായിരിക്കണം. അപേക്ഷകൾ 2024 സെപ്റ്റംബർ 2 വൈകിട്ട് 5 മണിക്ക് മുൻപായി പുതിയകാവ് മാവേലിക്കര ബ്ലോക്ക് ഓഫീസ് കോമ്പൗണ്ടിൽ പ്രവർത്തിക്കുന്ന മാവേലിക്കര ഐസിഡിഎസ് ഓഫീസിൽ സമർപ്പിക്കേണ്ടതാണ്. അടുത്തത് കോട്ടയം ജില്ലയിൽ പാമ്പാടി ഐസിഡിഎസ് പ്രോജക്റ്റിന്റെ പരിധിയിൽ വരുന്ന അകലക്കുന്നം പഞ്ചായത്തിലെ അങ്കണവാടികളിൽ അങ്കണവാടി വർക്കർ ഹെൽപ്പർ ഒഴിവുകളിലേക്ക് സ്ഥിര നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. അങ്കണവാടി വർക്കർ തസ്തികയിലേക്ക് SSLC പാസ്സായ വനിതകൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. മതിയായ യോഗ്യതയുള്ളവർ ഇല്ലാത്ത പക്ഷം SC/ST വിഭാഗത്തിൽ നിന്ന് SSLC പാസ്സാകാത്തവർക്കും അപേക്ഷിക്കാവുന്നതാണ്. ഹെൽപ്പർ തസ്തികയിലേക്ക് SSLC പാസ്സാകാത്തവരും എഴുത്തും വായനയും അറിയാവുന്നവരും അപേക്ഷിച്ചാൽ മതി. പ്രായപരിധി 18 മുതൽ 46 വയസ്സ് വരെയാണ്. അപേക്ഷകർ അകലക്കുന്നം ഗ്രാമപഞ്ചായത്ത് പരിധിയിൽ സ്ഥിര താമസക്കാരാകണം. പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഉയർന്ന പ്രായപരിധിയിലും യോഗ്യതയിലും ഇളവ് ലഭിക്കുന്നതാണ്. അപേക്ഷ ഓഗസ്റ്റ് 23 മുതൽ സെപ്റ്റംബർ 2 വൈകിട്ട് 5 മണി വരെ പാമ്പാടി ഐസിഡിഎസ് കാര്യാലയത്തിൽ സ്വീകരിക്കും. മുമ്പ് അപേക്ഷിച്ചവർക്കും അപേക്ഷ നൽകാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട വിലാസം ശിശുവികസന പദ്ധതി ഓഫീസറുടെ കാര്യാലയം, ഐസിഡിഎസ് പ്രോജക്റ്റ്, പാമ്പാടി, മണലുങ്കൽ PO, പൂവത്തിളപ്പ്, കോട്ടയം. പിൻ നമ്പർ 686503. അടുത്തത് കോട്ടയം ജില്ലയിൽ മത്സ്യവകുപ്പിൽ സൂക്ഷ്മ തൊഴിൽ സംരംഭങ്ങളുടെ പ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിന് മിഷൻ കോർഡിനേറ്റർ ജില്ലാടിസ്ഥാനത്തിൽ നിയമിക്കുന്നുണ്ട്. പ്രതിദിനം 785 രൂപ അടിസ്ഥാനത്തിൽ ദിവസം വേതനാടിസ്ഥാനത്തിലാണ് നിയമനം. MSW കമ്മ്യൂണിറ്റി ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ MBA മാർക്കറ്റിംഗ് യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഇരുചക്ര വാഹന ലൈസൻസ് ഉണ്ടായിരിക്കണം. പ്രായപരിധി 35 വയസ്സിൽ കവിയരുത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ പ്രായം, വിദ്യാഭ്യാസ യോഗ്യത, പ്രവൃത്തി പരിചയം എന്നിവ തെളിയിക്കുന്നതിന് ആവശ്യമായ രേഖകളുടെ പകർപ്പ് സഹിതം വെള്ളക്കടലാസിൽ തയ്യാറാക്കിയ അപേക്ഷ ആഗസ്റ്റ് 31 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ കാര്യാലയം, ഇടുക്കി, പൈനാവ് PO, പിൻകോഡ് 685603 എന്ന മേൽവിലാസത്തിൽ നേരിട്ടോ തപാൽ മുഖാന്തരമോ adidkfisheries@gmail.com എന്ന ഇമെയിലിലോ അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് കുടുംബശ്രീയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. മലപ്പുറം ജില്ലയിൽ ദേശീയ ഗ്രാമീണ ഉപജീവന മിഷൻ കുടുംബശ്രീ മുഖാന്തരം പെരിന്തൽമണ്ണ ബ്ലോക്കിൽ നടപ്പിലാക്കുന്ന SVP പദ്ധതിയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ അക്കൗണ്ടന്റിനെ നിയമിക്കുന്നുണ്ട്. പെരിന്തൽമണ്ണ ബ്ലോക്ക് പരിധിയിലെ ഗ്രാമപഞ്ചായത്തുകളിൽ സ്ഥിര താമസക്കാരായ കുടുംബശ്രീ അംഗമോ കുടുംബാംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയ BCom വിദ്യാഭ്യാസ യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. കൂടാതെ ടാലി കമ്പ്യൂട്ടർ പരിജ്ഞാനവും നിർബന്ധമാണ്. പ്രായം 20നും 35നും മധ്യയാണ്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ നിങ്ങളുടെ ബയോഡേറ്റയും വയസ്സും വിദ്യാഭ്യാസ യോഗ്യതയും തെളിയിക്കുന്ന സ്വയം സാക്ഷ്യപ്പെടുത്തിയ സർട്ടിഫിക്കറ്റുകൾ സഹിതം വെള്ളപ്പേപ്പറിൽ തയ്യാറാക്കിയ അപേക്ഷ പെരിന്തൽമണ്ണ ബ്ലോക്കിലെ ഗ്രാമപഞ്ചായത്തുകളിലെ കുടുംബശ്രീ CDS ഓഫീസിൽ ആഗസ്റ്റ് 31 വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് സമർപ്പിക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അടുത്തത് ഇടുക്കി ജില്ലയിലാണ് വേക്കൻസി വന്നിട്ടുള്ളത്. ഇടുക്കി ജില്ലയിലെ കുടുംബശ്രീ സൂക്ഷ്മ സംരംഭ വികസനത്തിന്റെ ഭാഗമായി ഗ്രാമപഞ്ചായത്തുകളിൽ MECമാരെ നിയമിക്കുന്നതിന് ബിരുദ യോഗ്യതയുള്ള കുടുംബശ്രീ അംഗമോ കുടുംബശ്രീ കുടുംബാംഗമോ ഓക്സിലറി ഗ്രൂപ്പ് അംഗമോ ആയവരിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്.
തൊടുപുഴ, കരിങ്കുന്നം, മണക്കാട്, മുട്ടം, പീരുമേട്, പെരുവന്താനം, പാമ്പാടുംപാറ, ഉടുമ്പൻചോല CDSകളിലാണ് MScമാരുടെ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്. 25-നും 45-നും മധ്യേ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. എഴുത്ത് പരീക്ഷയുടെയും അഭിമുഖത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് നിയമനം. നിയമനം ലഭിക്കുന്നവർക്ക് ഫീൽഡ് തല പ്രവർത്തനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഓണറേറിയം, യാത്രാബത്ത് എന്നിവ ലഭിക്കുന്നതാണ്. ഇടുക്കി ജില്ലയിൽ സ്ഥിര താമസക്കാരായ ഉദ്യോഗാർത്ഥികൾ വെള്ളപ്പേപ്പറിൽ അപേക്ഷയോടൊപ്പം ബയോഡേറ്റയും സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ആഗസ്റ്റ് 31 വൈകിട്ട് 5 മണിക്കകം ജില്ലാ മിഷൻ കോർഡിനേറ്റർ, കുടുംബശ്രീ, സിവിൽ സ്റ്റേഷൻ, പൈനാവ് PO, കുയിലിമല, ഇടുക്കി ജില്ല, പിൻകോഡ് 685603 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ നേരിട്ടോ അപേക്ഷിക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് തന്നിട്ടുള്ള നമ്പറിലോ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ ഇത്രയും ഒഴിവുകളെ കുറിച്ചിട്ടാണ് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്തിട്ടുള്ളത്. താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾക്ക് അപേക്ഷിക്കാവുന്നതാണ്. വിവിധ തസ്തികകളിലായിട്ട് വിവിധ ജില്ലകളിൽ ഒഴിവുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഒരു വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി കാണുന്നത് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്.